കേരളത്തിലെ പച്ചപ്പു നിറഞ്ഞ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശാന്തമായ ഗ്രാമത്തിൽ പുതുവൽ കോവിലകം എന്നറിയപ്പെടുന്ന ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട മാളിക ഉണ്ടായിരുന്നു. ആ മാളിക ഒരു പ്രഭുകുടുംബത്തിന്റെ വീടായിരുന്നുവെന്ന് ഐതിഹ്യങ്ങൾ പറഞ്ഞു. അവരുടെ അവസാന അവകാശിയായ രാഘവൻ വർഷങ്ങൾക്ക് മുമ്പ് ദുരൂഹമായി അപ്രത്യക്ഷനായി. പൂർവികർ ദ്രോഹിച്ച ഒരു പ്രതികാരാത്മാവിന്റെ ശാപം അദ്ദേഹത്തെ ബാധിച്ചുവെന്ന് ആളുകൾ പറഞ്ഞു. ഒരു മണിയുള്ള വൈകുന്നേരം പ്രേതകഥകളെക്കുറിച്ച് ജിജ്ഞാസയുള്ള അരുൺ എന്ന ചെറുപ്പക്കാരൻ മാളികയ്ക്കുള്ളിൽ രാത്രി ചെലവഴിക്കാൻ തീരുമാനിച്ചു. ഗ്രാമവാസികൾ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അദ്ദേഹം അവരുടെ ഭയം തള്ളിക്കളഞ്ഞു. ക്ലോക്ക് അർദ്ധരാത്രിയിൽ തകർന്ന ജനാലകളിലൂടെ ഒരു തണുത്ത കാറ്റ് വീശി. അസ്വസ്ഥത അനുഭവപ്പെട്ട അരുൺ മാളികയുടെ ഹൃദയത്തിലേക്ക് കടന്നു. അവിടെ ഒരു മിന്നുന്ന വെളിച്ചം കണ്ടു. മരിക്കുന്ന വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു സ്ത്രീയുടെ നിഴൽ രൂപം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മുഖം വിളറിയിരുന്നു. അവളുടെ മുടി ഇലകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ കോപത്താൽ തിളങ്ങി. രാഘവൻ, അവൾ മന്ത്രിച്ചു, സങ്കടവും കോപവും കലർന്ന സ്വരത്തിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടില്ല. പെട്ടെന്ന് അരുണിന്റെ കാൽക്കീഴിലെ മണ്ണ് കുലുങ്ങി. അഴുകലിന്റെ ദുർഗന്ധം കൊണ്ട് വായു കട്ടിയുള്ളതായി. സ്ത്രീയുടെ രൂപം കൂടുതൽ വ്യക്തമായി. അവളുടെ കൈകൾ അവനെ തേടി നീണ്ടു. ഭയന്ന് അരുൺ ഓടിപ്പോയി. പക്ഷേ വാതിൽ അവന്റെ പിന്നിൽ കൊട്ടിയടഞ്ഞു. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ അരുണിനെ മാളികയുടെ അരികിൽ കണ്ടെത്തി. വിറയ്ക്കുന്ന, മൂകനായ, മുടി വെളുത്തു. താൻ കണ്ടതിനെക്കുറിച്ച് അവൻ ഒരിക്കലും സംസാരിച്ചില്ല. പക്ഷേ പുതുവൽ കോവിലകത്തിന്റെ ശാപം ഇപ്പോഴും കുന്നുകളെ വേട്ടയാടിക്കൊണ്ടിരുന്നു.